ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എങ്ങനെ സംഭാവന ചെയ്യാമെന്നുള്ളത്. ഞാനിവിടെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് CMDRF എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യും. അത് donation.cmdrf.kerala.gov.in ഈ പോർട്ടലാണ് ആദ്യമായിട്ട് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇതിലാണ് നമുക്ക് പൈസ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരള ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ CMDRFൽ വിവിധ തരം അക്കൗണ്ടുകളുണ്ട്. വിവിധ ബാങ്കുകളുടെ ഒരുപാട് അക്കൗണ്ടുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില ബാങ്കുകളുടെ UPI ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ തന്നെ നിങ്ങൾക്ക് ഈ UPI ID ഇപ്പോൾ CMDRF Kerala@SBI എന്നോ അല്ലെങ്കിൽ കേരള CMDRF@SBI എന്നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് GPay വഴിയും നിങ്ങൾക്ക് സംഭാവന അയക്കാം. അതുപോലെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന അക്കൗണ്ട് നമ്പറുകളും IFSC കോഡ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ പൈസ CMDRFലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പോർട്ടൽ വഴി എങ്ങനെ സംഭാവന അയക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ കാണാൻ നിങ്ങൾക്ക് ചൂസ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ, UPI ഇങ്ങനെ 3 മെത്തേഡുകളുണ്ട്. അപ്പോൾ UPIയിൽ ഇവിടുന്ന് കൊടുക്കാം. ഡൊമസ്റ്റിക് ആണ് ഇന്ത്യയിൽ നിന്നുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആളുകൾക്ക് ഡൊമസ്റ്റിക് ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ അത് ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്ന് സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തു, ഇമെയിൽ ID ടൈപ്പ് ചെയ്തു, അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു. ഞാൻ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്നുള്ള എമൗണ്ട് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ആൾക്കാർക്ക് അവരുടെ പാൻ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻകം ടാക്സിൽ നമുക്ക് ഈ തുക റിഡംഷൻ ചെയ്ത് കിട്ടാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്, അതും ടൈപ്പ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യാം. വിവിധ തരം പേയ്മെൻറ്റ് ഗേറ്റ് വേകൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേയോ SBIയോ IDBയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ SBIയുടെ ഇത് ചൂസ് ചെയ്യുന്നു, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുന്നു. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI ഇങ്ങനെ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഉള്ളവർക്ക് അതിൽ ആ ബാങ്കിങ് തരം ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബാങ്ക് ചൂസ് ചെയ്തിട്ട് ഓൺലൈൻ ബാങ്കിങ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് വഴിയാണെങ്കിൽ ഇവിടെ കാർഡ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. UPI വഴിയാണെങ്കിൽ ഒന്നെങ്കിൽ UPI ID നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ UPI ID കൊടുത്ത് വാലിഡേറ്റ് UPI ID എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ UPI QR ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെയിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ QR കോഡ് ജനറേറ്റ് ചെയ്യും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പിന്നെ ഇതിലേക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ വന്ന ഡെബിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിൽ വരുന്നു. ഞാൻ അവിടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു, നെയിം ഓഫ് ദ കാർഡ് ഹോൾഡർ കൊടുക്കുന്നു, മന്ത്, വാലിഡ് ത്രൂ എന്നുള്ള അക്കൗണ്ടിലുള്ള നമ്പർ കൊടുക്കുന്നു, കാർഡിൻ്റെ പുറകിലുള്ള 3 അക്ക CVV കോഡ് എൻ്റർ ചെയ്യുന്നു, പേനോ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇതിൽ എൻ്റർ ചെയ്യുക. ഇങ്ങനെ പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ളൊരു ടാബ് ഓപ്പൺ ആകും. നിങ്ങൾക്ക് അവിടെ തന്നെ റെസിപ്റ്റ് ഇവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്കിത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ് നിന്ന് തന്നിട്ടുള്ള നിങ്ങളുടെ പേരും